കൊച്ചു ജനിച്ച് കഴിയുമ്പോൾ നൂത്തെടുക്കാനും നൂത്തെടുത്ത് കഴിയുമ്പോൾ മുട്ടിലെഴയാനും മുട്ടിലെഴുന്ന് കഴിയുമ്പോൾ എങ്ങനെങ്കിലും ഒന്ന് നടന്നാൽ മതി എന്നായിരുന്നു. നടന്നു കഴിഞ്ഞപ്പോൾ അവനൊന്ന് പെട്ടെന്ന് സ്കൂളിൽ പോയാൽ മതി എന്നായിരുന്നു കേട്ടോ. അങ്ങനെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് രാവിലെ എഴുന്നേക്കാനും തുടങ്ങിയത്. അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെയാണ് ഞാൻ രാവിലെ എഴുന്നേക്കാൻ തുടങ്ങിയത് കേട്ടോ. ചെറു ചൂടുവെള്ളം രാവിലെ കുളിച്ചിട്ട്, അല്ല കുളിയല്ല, കുടിച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നിട്ട് ഇന്നത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം എൻ്റെ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്ത് പുറത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ചിക്കനും തേങ്ങ തിരുമിയതും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഉണ്ട്. അപ്പോൾ രാവിലെ ഉപ്പുമാവ് കേട്ടോ. എൻ്റെ ഭർത്താവിന് ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അടുപ്പിച്ച് ഒരാഴ്ച ഞാൻ ഉപ്പുമാവ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉള്ളി എരിഞ്ഞ് എൻ്റെ കരച്ചിലാട്ടോ. തൊലി പൊളിക്കാൻ തുടങ്ങുമ്പോഴേ ഞാൻ കരയാൻ തുടങ്ങും. നിങ്ങൾ എൻ്റെ ആ ഉള്ളി എരിയുന്ന മെഷീൻ എന്താണെന്നല്ലേ ചോദിച്ചത്. പണിക്കിടയിൽ അതിൻ്റെ ആ ചോപ്പർ, അതായത് ആ കത്രികയല്ല അതിൻ്റെ ആ കത്തി എവിടെയോ പോയി. അതുകൊണ്ടാണ് അത് പറ്റാതെ. പിന്നെ നമ്മൾ കൈകൊണ്ട് അരിയുന്നതിന് പ്രത്യേക രുചിയാണെന്ന് വെച്ചാൽ സ്വയം സമാധാനിക്കും. അങ്ങനെ താണ്ട വെള്ളമൊക്കെ ഒഴിച്ചിട്ട് റവ അതിലോട്ട് കൊട്ടി അങ്ങ് ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് അത് അടച്ച് വേവിക്കാൻ വേണ്ടി അങ്ങ് വെച്ച് കേട്ടോ. ഇപ്പുറത്തെ ചട്ടിയിൽ ഞാൻ കടല വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ നല്ല കുറുകിയ കടലക്കറിക്ക് ഈ കടല വേവിക്കുമ്പോൾ കുറച്ച് കടല എടുത്ത് അരച്ച് മിക്സിക്കകത്തോട്ട് അങ്ങ് ചേർത്താൽ മതിയായിരുന്നു. ഞാനിത് കുറച്ച് കൂടുതൽ അരച്ചുകൊണ്ട് മിക്സിയുടെ പുറത്തോട്ട് തെറിച്ച്, അതുകൊണ്ട് ഒരുപാട് പേസ്റ്റ് ആക്കാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ ഉപ്പുമാവും കടലക്കറി ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ താണ്ട പ്ലേറ്റിലോട്ട് സീച്ചേട്ടിന് വേണ്ടി എടുക്കുകയാണ്. കുറച്ച് ക്യാരറ്റും കൂടെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഒരു പപ്പടവും കൂടെ ആർഭാടത്തിന് ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. കാരണം എനിക്കും അപ്പുകൊണ്ടും പപ്പടം വേണം. സീച്ചേട്ടിന് പപ്പടം അങ്ങനെ കഴിക്കത്തില്ല, എങ്കിലും ഞാൻ ഒരെണ്ണം വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ പപ്പടവും ദാണ്ട ക്യാരറ്റും പിന്നെ നമ്മുടെ കടലക്കറിയും കൂടെ വെച്ചിട്ട് സീച്ചേട്ടിന് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്തു. കൂട്ടത്തിൽ ഞാനും കുറച്ചെടുത്ത് അങ്ങ് കഴിച്ചു കേട്ടോ. ഇല്ലെങ്കിൽ വയറ്റിൽ നിന്ന് ഉൾവിളി എനിക്ക് വരാൻ തുടങ്ങുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ മക്കളെ. ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം.